മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയും ഉണ്ണിയും കൂടെ കരുണാലയത്തിൽ നിന്നും കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അവിടെ എത്തുന്നതും മേഘനെ കാണുമ്പോൾ തന്നെ കരുണയ്ക്ക് കല്ല് തുള്ളി കയറി പോകുന്നുണ്ട്. എന്നിട്ട് മേഘനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നോ, കാണേണ്ടവരൊക്കെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നേരം മേഘം പറയുന്നുണ്ട്, പതിയെ പറയാം, അവർ മുകളിലുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളെയൊക്കെ എന്ത് പേരിട്ട് വേണം ഞാൻ വിളിക്കാനെന്ന് കരുണ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കഴുതേന്നോ കോവർ കഴുതേന്നോ വിളിക്കാമെന്ന് മഞ്ജു പറയുന്നത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് മേഘനെ. അല്ലെങ്കിൽ അതെല്ലാം നാണക്കേടങ്ങൾ കുറുക്കനെന്നും വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും മേഘം പറയുന്നുണ്ട്, കോമഡി പറയാൻ പറ്റിയ സമയമല്ലേ, എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണെന്നെല്ലാം മേഘം പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, അവിടെ മന്ത്രവാദ പൂജയൊക്കെ നടക്കുന്ന സമയത്താണ് എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നതെന്നും. അപ്പോഴേക്കും മഞ്ജുവും പറയുന്നുണ്ട്, അപ്പം മരിച്ച ആൾ കളത്തിലോട്ട് വന്നല്ലേ എന്ന് പറയുന്ന സമയത്തേക്ക് അതേ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതോടുകൂടി മന്ത്രവാദിയുടെ സിദ്ധി നഷ്ടപ്പെട്ടു. ഇനി അയാൾ മന്ത്രവാദവും നടത്തില്ല, ഒരമ്പലത്തിലും പൂജയ്ക്കും പോകില്ല എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. എന്നിട്ട് കരുണയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്യില്ല കരുണയെന്ന് പറയുകയാണ്. ഓരോ പ്രാവശ്യവും ഞാനും കണ്ണേട്ടനും ഇനി തിരിച്ചു വരില്ല എന്ന് പറയുന്ന സമയത്തേക്ക് ഞങ്ങൾ നിൻ്റെ മുന്നിലോട്ട് തിരിച്ചു വരുമ്പോൾ നിനക്ക് കടുത്ത നിരാശയും ദേഷ്യവുമാണ് ഉണ്ടാകുന്നത്. അതെല്ലാം നിൻ്റെ കുഞ്ഞിനാണ് ബാധിക്കുന്നത് കരുണയെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ ബാധിക്കണമെന്നല്ലേ നിൻ്റെ ആഗ്രഹമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ തിരിച്ചു വരാതിരിക്കാമെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. ഈ സമയത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജാമുറിയിൽ കയറുകയൊക്കെയുമാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യുകയാണ് വേണ്ടതെന്ന് കരുണയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി. അത് ഞങ്ങളുടെ കുഞ്ഞല്ലേ, അത് ജനിക്കേണ്ട സമയത്ത് ജനിച്ചോളും, അതിനെക്കുറിച്ച് അത്ര ഉത്കണ്ഠയൊന്നും വേണ്ടെന്ന് ഉണ്ണി പറയുന്നുണ്ട്. നിനക്കും ഇവനും ആണിൻ്റെ രൂപം മാത്രമേ ഉള്ളൂ, സ്വഭാവത്തിൽ ഒട്ടും ആണത്തമില്ല എന്ന് മഹാലക്ഷ്മി പറയുന്നത് കേൾക്കുമ്പോൾ കരുണ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പിന്നെ ആരാടിയാണ് നിൻ്റെ എഴുന്നേറ്റ് നടക്കാൻ പോലും ആവാത്ത നിൻ്റെ ഭർത്താവോ എന്ന് കരുണ ചോദിക്കുന്നുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെങ്കിലും ഇരുന്ന് നിരങ്ങിയാലും അയാളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ അയാളെ ആണെന്ന് വിളിക്കാമെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. കൂടെ കഴിയുന്ന കൂടപ്പുറപ്പുകളെയും ഭാര്യയെയും സ്വന്തം കുടുംബത്തെയും സംരക്ഷിക്കുന്നയാളെ ഗൃഹനാഥൻ എന്ന് വിളിക്കാമെന്ന് മഹാലക്ഷ്മി പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റാത്ത 2 ജന്മങ്ങളാണ് ഈ നിൽക്കുന്നതെന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട്. സമ്പത്തിന് വേണ്ടി സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൂടപ്പുറപ്പുകളുടെയും കഴുത്തറക്കാൻ മടിയില്ലാത്ത 2 ജന്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, അവളുടെ ഭർത്താവിൻ്റെ വീടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എടുത്ത് അവളെ തലക്കടിച്ചേനെ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, തൽക്കാലം അതിനൊന്നും മുതിരണ്ട ചേട്ടത്തി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രക്തം വെറുതെ തിളപ്പിക്കണ്ട, അതിനൊന്നും മുതിരാതിരിക്കുന്നതാണ് നല്ലത്, എങ്ങനെയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അകത്തോട്ട് പോകുന്നുണ്ട്. അവളിപ്പോൾ മറുകണ്ഠം ചാടിയോ മേഘേട്ട എന്ന് ഉണ്ണി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മേഘം പറയുന്നുണ്ട്, അതൊന്നും നീ അധികം മൈൻഡ് ചെയ്യേണ്ട, ഞാനിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും, അവൾ പറയുന്നത് ആരും മൈൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം മഞ്ജു കണ്ണൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇനി പിന്നിലൂടെ വന്ന് നീ എൻ്റെ കഴുത്ത് ഞെക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, എന്താ ഏട്ടാ അങ്ങനെ പറയുന്നതെന്ന് പറയുന്നു. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, എല്ലാം ഇപ്പം അങ്ങനത്തെ കാലമാണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയാണ്. നിന്നെ എടുത്തുകൊണ്ട് നടക്കേണ്ട കാലത്ത് ഞാൻ വീൽ ചെയറിലായതാണെന്ന് പറയുന്നുണ്ട്. എന്നാലും മറ്റുള്ളവരെ പോലെ എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ വീൽ ചെയറിൽ എത്തി ഞാൻ ഒരുപാട് പ്രാവശ്യം നിന്നെ കൊണ്ട് നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മഞ്ജുവിന് വളരെ സങ്കടമാകുന്നുണ്ട്. പച്ച മാംസത്തിൽ കത്തി കയറ്റുന്നവൻ്റെ കൂടെയാണല്ലോ നീ പോയതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട് മഞ്ജു എന്ന് പറയുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് ഏട്ടാന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജോടൊന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് പൈസയ്ക്കല്ല ആവശ്യം, എനിക്കൊരു മനസ്സമാധാനമാണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. പിന്നീട് കണ്ണൻ എല്ലാവരോടുമായിട്ടും പറയുന്നുണ്ട്, എൻ്റെ സ്വത്തിൻ്റെ മുഴുവൻ അവകാശിയും മഹാലക്ഷ്മിയുടെ പേരിലോട്ട് ഞാൻ എഴുതി വയ്ക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും അവിടെയുള്ളവരെല്ലാവരും ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. സ്വത്തിനു വേണ്ടി മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാൻ ശ്രമിച്ച എല്ലാ ശത്രുക്കൾക്കും ഇതൊരു തിരിച്ചടിയായിട്ട് മാറുകയാണ്. പിന്നീട് മേഘനാഥനും വാമദേവനും പ്രതാപനുമെല്ലാം ഒത്തുകൂടുന്നുണ്ട്. എന്നിട്ട് മേഘനാഥനോടായിട്ട് വാമദേവനും പ്രതാപനും പറയുന്നുണ്ട്, ഇനി ഒരൊറ്റ കൈ തന്നെ ചെയ്യണം, അതിനുള്ള തീരുമാനമാകാറായിട്ടുണ്ട്, എന്താണെങ്കിലും ഇനി മുന്നോട്ട് പോയാൽ പറ്റില്ല, ഇതിനൊരു അന്ത്യമുണ്ടായേ പറ്റുമെന്ന് വാമദേവൻ പറയുന്നുണ്ട്. എന്നത്തെയും പോലെ ഇവരുടെ പ്ലാനുകളെല്ലാം ഇവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരുമോ എന്നുള്ളതെല്ലാം ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.